ഹലോ എല്ലാവർക്കും ആയിഷസ് ക്രിയേറ്റീവ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വായനാ ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, വായനാ ദിനം ഏത് ദിവസമാണ്? ഉത്തരം ജൂൺ 19. വായനാ ദിനം ആരുടെ ഓർമ്മക്കാണ്? ഉത്തരം PN പണിക്കർ. ബാലമാസികകളിൽ ഒരെണ്ണത്തിൻ്റെ പേര് പറയാമോ? ഉത്തരം ബാലരമ, പൂമ്പാറ്റ, തളരി, യുറേക്ക. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, ഐതിഹ്യമാല എഴുതിയത് ആര്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കുഞ്ചൻ നമ്പ്യാർ ഏതിൻ്റെ ഉപജ്ഞാതാവാണ്? ഉത്തരം ഓട്ടൻ തുള്ളൽ. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. 1945 ഇതിൻ്റെ വർഷം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. PN പണിക്കർ ജനിച്ച വർഷം? ഉത്തരം 1909 മാർച്ച് 1. ദേശീയ വായനാ ദിനമായി ജൂൺ 19 പ്രഖ്യാപിച്ചത് ഏത് വർഷം? ഉത്തരം 2017. ജൂൺ 19 മുതൽ ജൂലൈ 18 വരെ എന്തായി ആചരിക്കുന്നു? ഉത്തരം വായനാ പക്ഷാചരണം അല്ലെങ്കിൽ വായനാ മാസം. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? ഉത്തരം കുന്തലത, അപ്പുനെടുങ്ങാടി. ബാല്യകാലസഖി എഴുതിയത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ജ്ഞാനപീഠം കിട്ടിയ ആദ്യ മലയാള കവി? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. PN പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? ഉത്തരം പുതുവായിൽ നാരായണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചതെവിടെ? ഉത്തരം അമ്പലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രന്ഥശാല ഏത്? ഉത്തരം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. അടുത്ത ചോദ്യം, വായിച്ചു വളരുക എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം PN പണിക്കർ. ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഉത്തരം അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.